ഒരു ബെസ്റ്റ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഏജൻസിയെ എങ്ങനെ ചൂസ് ചെയ്യാം? ഹായ്, മൈസെൽഫ് റൈസ് ഫ്രം അഡോക്സ് ഡിജിറ്റൽ. ഞാനൊരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആൻഡ് ഓട്ടോമേഷൻ എക്സ്പേർട്ടാണ്. നിങ്ങൾ നിങ്ങളുടെ ബിസിനസ്സിന് വേണ്ടിയിട്ട് ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഏജൻസിയെ സമീപിക്കാൻ പോവുകയാണെന്നുണ്ടെങ്കിൽ ഈ പറയാൻ പോകുന്ന 9 പോയിന്റുകൾ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഏജൻസിയെ തന്നെ ചൂസ് ചെയ്യാൻ പറ്റും. അതിൽ ആദ്യത്തെ പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഗോൾ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങളൊരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഏജൻസിയെ സമീപിക്കുന്നതിൻ്റെ മുമ്പ് തന്നെ നമ്മുടെ ഒരു ഗോള്, നമ്മുടെ ബിസിനസ്സിൻ്റെ റവന്യൂ ബേസ്ഡ് ആയിട്ട് തന്നെ, അതായത് ഒരു 6 മാസ കാലയളവ് കൊണ്ട് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിലൂടെ എനിക്ക് എൻ്റെ ബിസിനസ്സിന് വേണ്ടത് ഇത്ര റവന്യൂ ആണെന്നുള്ള ഒരു ഗോൾ സെറ്റ് ചെയ്യണം. അതിനെ വ്യക്തമായിട്ട് തന്നെ ഡോക്യുമെന്റ് ചെയ്യുക എന്നുള്ളതാണ് രണ്ടാമത്തെ ഗോളിൽ തന്നെയുള്ള പ്രൊസീജിയർ. അതുപോലെ തന്നെ നിങ്ങൾ ഇനി ബ്രാൻഡിംഗ് ആണ് അല്ലെങ്കിൽ ഓൺലൈൻ പ്രസൻസ് ആണ് ഉദ്ദേശിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു കാലയളവ് കൊണ്ട് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിലൂടെ ഇന്ന രീതിയിൽ എൻ്റെ ബ്രാൻഡ് എത്തി നിൽക്കണം എന്നുള്ളതിൻ്റെ വ്യക്തമായ ഒരു ഗോള് ആദ്യം തന്നെ ഒരു ഏജൻസിയുടെ മുമ്പിലേക്ക് എത്തുന്നതിൻ്റെ മുമ്പ് തന്നെ നിങ്ങൾ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. രണ്ടാമതായിട്ട് പ്രോബ്ലംസുകളെ ഐഡൻറ്റിഫൈ ചെയ്യുക. ഡിജിറ്റൽ സൈഡായിട്ടും ബിസിനസ് സൈഡായിട്ടുള്ള പ്രോബ്ലംസിനെ ഐഡൻറ്റിഫൈ ചെയ്ത് ഈ പ്രോബ്ലംസിനെ വ്യക്തമായിട്ട് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഏജൻസി ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ് രണ്ടാമത്തെ പോയിന്റ് എന്നുള്ളത്. മൂന്നാമതായിട്ട് ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഏജൻസിയിലേക്ക് എത്തി നമ്മൾ നമ്മുടെ ഗോളും പ്രോബ്ലംസും ഇവരായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ ക്വിക്കായിട്ടുള്ള സൊല്യൂഷൻ എന്താണെന്നുള്ളത് വ്യക്തമായിട്ട് മനസ്സിലാക്കുക. അതായത് വെൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ഏജൻസി ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രോബ്ലം കേൾക്കുമ്പോൾ തന്നെ ബേസിക് ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ അവർക്ക് പ്രൊവൈഡ് ചെയ്യാൻ കഴിയുമെന്നുള്ളതാണ് സത്യം. സോ എന്താണ് നമ്മുടെ പ്രോബ്ലത്തിനും നമ്മളെ ഗോളിനെയും ബേസ് ചെയ്തിട്ടുള്ള അവരുടെ ക്വിക്ക് സൊല്യൂഷൻ എന്നുള്ളത് നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കുക എന്നുള്ളതാണ്. നാലാമതായിട്ട് ഏജൻസിയോട് ക്വസ്റ്റ്യൻസുകൾ ചോദിക്കുക എന്നുള്ളതാണ്. അതിൽ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് ഇവരുടെ എക്സ്പീരിയൻസ് എത്ര വർഷമാണെന്നുള്ളത്. അതായത് ഇവിടെ സ്റ്റാർട്ടപ്പ് മുതൽ ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള ഏജൻസീസുകൾ ഉണ്ട്. അപ്പോൾ എക്സ്പീരിയൻസ് കൂടുന്തോറും ഇവരുടെ എക്സ്പെരിമെന്റ്സ് കൂടും. ഓരോ ഏജൻസിയുടെ എക്സ്പെരിമെന്റ്സുകൾ കൂടും. കൂടുതൽ വെറൈറ്റി ബിസിനസ്സുകൾ ഡീൽ ചെയ്യുകയും കൂടുതൽ വെറൈറ്റി എക്സ്പെരിമെന്റ്സ് ചെയ്യുന്ന ഏജൻസികൾക്ക് നമ്മുടെ ഓരോ പ്രോബ്ലത്തിനുള്ള സൊല്യൂഷനും അതിൻ്റെ ഉള്ളിൽ തന്നെ അവർക്ക് കണ്ടുപിടിക്കാനും അതിനെ ഇംപ്ലിമെന്റ് ചെയ്യാനും സാധിക്കും എന്നുള്ളതാണ്. അഞ്ചാമതായിട്ടുള്ള ഒരു പോയിന്റും ഏജൻസിയോട് ചോദിക്കേണ്ടതാണ്. അതായത് അവർ സക്സസ്ഫുള്ളി റൺ ചെയ്തിട്ടുള്ള ക്യാമ്പയിൻസിൻ്റെ കേസ് സ്റ്റഡീസ് ചോദിക്കുക. നമ്മുടെ ബിസിനസ് റിലേറ്റഡ് ആയിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ മനസ്സിലാക്കുക. നമ്മുടെ ബിസിനസ് അല്ലാത്തത് റിലേറ്റഡ് ആയിട്ടുണ്ടെങ്കിലും നമ്മളത് മനസ്സിലാക്കുക. അതായത് ഒരു ബെസ്റ്റ് ഏജൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഒരുപാട് കേസ് സ്റ്റഡീസുകൾ ഉണ്ടാവും എന്നുള്ളതാണ്. ആറാമതായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് അവർ എന്തിലാണ് എക്സ്പെർട്ടൈസ്ഡ് ആയിട്ടുള്ളത് എന്നുള്ളത് മനസ്സിലാക്കുക എന്നുള്ളതാണ്. അവരോട് തന്നെ ചോദിച്ച് ഏത് മേഖലയിലാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് തന്നെ പല വേരിയേഷൻസുകളുണ്ട്. അപ്പോൾ അതിൽ ഏത് മേഖലയിലാണ് അവർ എക്സ്പെർട്ടൈസ്ഡ് ആയിട്ടുള്ളത് എന്നുള്ളത് വ്യക്തമായിട്ട് നമ്മൾ ചോദിച്ച് മനസ്സിലാക്കുക. നമ്മളത് ചോദിച്ച് മനസ്സിലാക്കി നമ്മുടെ ഗോളിനും നമ്മളെ പ്രോബ്ലത്തിനുമുള്ള മേഖല തന്നെയാണോ, അതിനുള്ള സൊല്യൂഷൻ്റെ മേഖല തന്നെയാണോ അവരുടെ എക്സ്പെർട്ടൈസ്ഡ് ഉള്ളത് എന്നുള്ളത് മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഇതിന് മറ്റൊരു രൂപത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ എല്ലാതും ചെയ്യും എന്ന് പറയുന്ന ഒരു ഏജൻസിയുടെ അടുത്തേക്ക് മാക്സിമം പോവാതിരിക്കുക എന്നുള്ളതാണ്. അതായത് ഓരോ ഏജൻസിക്കും അവരുടേതായിട്ടുള്ള എക്സ്പെർട്ടൈസ്ഡ് ആയിട്ടുള്ള ചില മേഖലകൾ ഉണ്ടാവും. ഇപ്പോൾ പെർഫോമൻസ് മാർക്കറ്റിംഗിൽ ഫോക്കസ് ചെയ്യുന്ന ഏജൻസികൾ ഉണ്ടാവും, ബ്രാൻഡ് മാർക്കറ്റിംഗിൽ ഫോക്കസ് ചെയ്യുന്ന ഏജൻസികൾ ഉണ്ടാവും, ഇതുകൂടാതെ SEO മാത്രം ഫോക്കസ്ഡ് ആയിട്ട് ചെയ്യുന്ന ഏജൻസികൾ ഉണ്ടാവും. അങ്ങനെ ഡിഫറെൻ്റ് ആയിട്ട് എക്സ്പെർട്ടൈസ്ഡ് ആയിട്ടുള്ള മേഖലകൾ ചെയ്യുന്ന ഏജൻസികൾ ഉണ്ടാവും. അപ്പോൾ അവരെ ചൂസ് ചെയ്യുന്നതാണ് നമ്മളുടെ പ്രോബ്ലത്തിനും നമ്മളെ ഗോളിനും ഉതകുന്ന മേഖലകൾ എക്സ്പെർട്ടൈസ്ഡ് ആയിട്ടുള്ള ഏജൻസികളെ ചൂസ് ചെയ്യുക എന്നുള്ളതാണ് ആറാമത്തെ ഒരു പോയിന്റ് വരുന്നത്. ഏഴാമതായിട്ട് എത്രയാണ് ടൈം പീരീഡ് എന്നുള്ളതാണ്. അതായത് നമ്മളുടെ ഒരു ഗോളും പ്രോബ്ലം നമ്മൾ ഏജൻസിയായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തു. സോ ഇതിനുള്ളൊരു സൊല്യൂഷൻ ഏത് ടൈം പീരീഡിൽ നമുക്ക് എത്താൻ സാധിക്കും? അത് നിങ്ങൾ ആദ്യം തന്നെ മനസ്സിലാക്കേണ്ടത് ഒരു 1 മന്ത് കൊണ്ടോ 2 മന്ത് കൊണ്ടോ നമ്മൾ പറയുന്ന ഗോൾസും കാര്യങ്ങളൊന്നും അച്ചീവ് ആകാൻ കഴിയില്ല. അതൊരു പോസിബിൾ അല്ല. അങ്ങനെ ഒരു ഏജൻസി പറയുന്നുണ്ടെങ്കിൽ അങ്ങനെ അതിലേക്ക് പോകാതിരിക്കുകയാണ് ഫസ്റ്റ് ചെയ്യേണ്ടത്. രണ്ടാമതായിട്ട് ഒരു ടൈം പീരീഡ് നമ്മൾ ഫിക്സ് ചെയ്യുക, ഒരു ഫീസിബിൾ ആയിട്ടുള്ള ടൈം പീരീഡ്. അത് നമ്മളെ ബിസിനസിൻ്റെ സൈഡിൽ നിന്നും ഏജൻസിയുടെ സൈഡിൽ നിന്നും തിങ്ക് ചെയ്തിട്ടുള്ള ഒരു കറക്റ്റ് ടൈം പീരീഡ് ഫിക്സ് ചെയ്യുക എന്നുള്ളതാണ്. എട്ടാമത്തെ ഒരു പോയിന്റ് ക്വാണ്ടിറ്റി എന്നതിനപ്പുറം ക്വാളിറ്റി എന്ന് പറയുന്ന ഏജൻസികളെ ചൂസ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ, ഞാനൊരു 1000 ലീഡ് നിങ്ങൾക്ക് ഒരു മാസം കൊണ്ട് തരാം എന്ന് പറയുന്നതിന് പകരം ഞാൻ ഇത്ര ക്വാളിഫൈഡ് ആയിട്ടുള്ള ഇത്ര കൺവേർഷൻ റേറ്റ് വരാൻ പോകുന്ന ലീഡ്സുകളെ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുമെന്ന് പറയാൻ പറ്റുന്ന ഏജൻസികളെ നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. ഒമ്പതാമതായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഡോക്യുമെന്റഡ് ആയിട്ട് ഒരു പ്രൊപ്പോസൽ രൂപത്തിൽ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് കൂടി നിങ്ങൾ ശ്രദ്ധിക്കാം.
സോ ഈ 9 കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് നിങ്ങളൊരു ഏജൻസിയെ സമീപിക്കുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഏജൻസിയുടെ ഡിസ്കഷനിൽ ഈ 9 കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഏജൻസിയെ ചൂസ് ചെയ്യാൻ പറ്റും. സോ ഇതുപോലത്തെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസിന് വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുക.